ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ പരിപാടി? ഇന്ന് ഒരു ക്ലോക്ക് കൊടുക്കണം. ക്ലോക്കിന്റെ പണിയും കൂടി ചെയ്യണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ രഘുചേട്ടനാണ്. രഘുചേട്ടൻ്റെ അടുത്ത് ഒരുപാട് ഐറ്റംസ് രഘുചേട്ടൻ വെറൈറ്റി സാധനങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞു കേട്ടോ. രഘുചേട്ടാ, ഈ ഇരിക്കുന്ന സാധനം എന്താണ് സംഭവം? ഇത് എവിടെ നിന്ന് മേടിച്ചാണോ? അല്ലല്ല, ഉണ്ടാക്കി വെച്ചാണോ? ഉണ്ടാക്കി വെച്ചേക്കണാണല്ലേ? എത്ര അടി വന്ന ഹൈറ്റ് വന്ന സാധനമാണ് ഇത്? 6 അടി. ഇത് നമ്മുടെ പഴയ ഒരു മറ്റേ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്ന് പറയുന്നത്. അത് ചേട്ടൻ തന്നെ അസംബ്ലി ചെയ്യണതാണ്? എല്ലാം നമ്മൾ തന്നെ. ഞാൻ ചോദിക്കണ അതല്ല, ഈ വർക്കുകൾ ഇങ്ങനത്തെ വർക്കുകളല്ലല്ലോ നമ്മുടെ പണി അതല്ലല്ലോ. അല്ലല്ല, നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ചേട്ടൻ? അതും ഒരു ചന്ദ്രചേട്ടൻ തൊട്ടടുത്തുള്ള ചന്ദ്രചേട്ടൻ എങ്ങനെ പറഞ്ഞ ക്ലോക്കിന്റെ ഈ ടൈപ്പ് ക്ലോക്കാണ്, പെൻഡിലുള്ള. അപ്പൊ അതൊരു ഉണ്ടാക്കി കൊടുക്കണം. പഴയ മെഷീൻ ഇരിക്കുന്നുണ്ട്, പഴയ മെഷീനെ പുള്ളിയുടെ അടുത്തുണ്ട്. ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നാണ്, കുഴപ്പമൊന്നും ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് തന്നെ ചെയ്താൽ ഐഡിയ തോന്നി. അങ്ങനെ ഇതിലേക്ക് വന്നാണല്ലേ? ബോഡിയൊക്കെ വന്നത് മരത്തിന്റെ തേക്കുണ്ട്, മഹാനിണ്ട്, സാധനങ്ങളുണ്ട്. നമ്മള് അടിച്ചെടുക്കണാണ്, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. ഡയലൊക്കെ നമുക്ക് മേടിക്കണാണോ? എങ്ങനെയാണ്? അല്ലല്ല, അതൊന്നും കിട്ടൂല. ഇല്ലല്ലേ? നമ്മള് ഡിസൈൻ ചെയ്ത് അടിച്ച് നമ്മുടെ ഇത് പാറ്റേണിൽ ചെയ്ത് ഈ പണി ചെയ്യണേലും കൂടുതൽ നമുക്ക് മെച്ചം കിട്ടുന്നത് എനിക്ക് തോന്നണം മറ്റേ പണിയായിരിക്കില്ല. പക്ഷെ ഇത് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു പാഷൻ ആ പാഷനിലൂടെ എത്തിപ്പെട്ടതാണ്. മെച്ചത്തിന്റെ ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഓരോ ഫീൽഡില് അവരുടേതായ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവം എത്തിപ്പെട്ടതായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ മറ്റേ ഇത് വർക്ക് ചെയ്യണ മാതിരി തന്നെ അലാറവും ഇതൊക്കെ ഉള്ളതാണോ? എങ്ങനെയാണ്? സാധാരണ ബെല്ലടിക്കൂലേ? അപ്പൊ എല്ലാനും ഈ സാധനം ഇതൊക്കെ നമ്മൾ അസംബ്ലി ചെയ്യുന്നതാണ്. സെറ്റ് ചെയ്ത് വരച്ചു കൊടുത്ത് CNC കട്ട് ചെയ്തെടുത്താണ്. പ്ലെയിനിങ്ങും കാര്യങ്ങളും ഈ വർക്കൊക്കെ ചേട്ടൻ്റെ തന്നെ അല്ലേ? പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇത് ഏകദേശം നമുക്ക് എത്ര ദിവസം വരും ഇത് ചെയ്തെടുക്കാനായിട്ട്? ഈ ഒരു മോഡൽ ഇതിപ്പോ ഒരു 10-20 ദിവസത്തിന്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പൊ ഇതുമ്പോ തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണത് ഈ ഒരു വർക്ക്. ഒരാള് ഓർഡർ ചെയ്ത് പടം തന്നിട്ട് ചെയ്താണ് നമുക്ക് ചെയ്തത്. സാധാരണ നമ്മള് പഴയ വീടുകളിലൊക്കെയാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ കണ്ടേക്കണത്. അല്ലാതെ സാധാരണ നമുക്ക് ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റാറില്ല. പഴയ ആൾക്കാരുടെ വീടുകളിലൊക്കെയാണ് ഇതൊക്കെ കണ്ടേക്കണത്. പിന്നെ ഒരുപാട് കോസ്റ്റ്ലി ഒരു ഐറ്റം പോലെയാണ് നമ്മളൊക്കെ കണ്ടേക്കണത്. അപ്പൊ ഇതിന്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്തേക്കണത്? മറ്റേ ബാറിലേക്ക് വേണ്ടിട്ടൊരു ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വന്ന് ചോദിക്കണ അതേ മോഡലില് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കൂലേ? ഇപ്പൊ ഒരു പടം തന്നു, എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ കണ്ടിട്ടില്ല. അവര് ആൾക്കാരെ കണ്ടിട്ടില്ല. പയ്യൻ കൂട്ടുകാരൻ എനിക്കിത് പിടിച്ചോട്ട് വന്നേക്കണം ആണല്ലേ? ഓണറേന്ന് എനിക്കറിയാൻ പാടില്ല. ഇല്ല. നമ്മൾ ചെയ്യണ വർക്കുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചിലവരിൽ ഉണ്ടാവും. അതിൽ പെട്ട ഒരാളാണ് ചേട്ടൻ. നമ്മുടെ ഒരു ഫോളോവറും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, അപ്പൊ നമ്മളിപ്പോ ഇലക്ട്രോണിക്സ് ബന്ധമായിട്ട് ഇപ്പൊ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് ആ ഒരു കഴിവും കൂടി വേണമല്ലോ. എന്തെങ്കിലുമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? എന്താണ്? പിന്നെ എങ്ങനെയാണ് ഈ മെക്കാനിസം എന്ന് പറയുന്നത്? സാധാരണ നമുക്കൊക്കെ ഈ സാധനത്തിന്റെ ഉള്ളിൽ ചെയ്തു വെച്ചേക്കണോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ കഴിവ് തന്നെ വേണം. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് നോക്കിയത്? എങ്ങനെയാണ്? അങ്ങനെ യൂട്യൂബൊക്കെ നോക്കും, കണ്ടുപിടിച്ചു. ഒരു ഐഡിയ ഉണ്ടല്ലോ. ചേട്ടാ, ഇതിന് വേറെ ഇനി ഓർഡർ കിട്ടിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എനിക്കിപ്പോ ഓർഡർ ഉണ്ട്, കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് തന്നെ ഇപ്പൊ 5-6 കൊടുക്കാൻ. 5-6 ഉണ്ടല്ലേ? എല്ലാം തീർന്നിരിക്കുന്ന ഒരു 10 ഉണ്ട്. ഈ വർക്ക് ചെയ്ത് വെച്ചേക്കണ അതാണ് അല്ലേ? അപ്പൊ ഇതുമ്പോ തന്നെ കൂടിയേക്കാണ് സംഭവം. അപ്പൊ ഇത് ഏകദേശം കണ്ട ഇതൊക്കെ ചെയ്തു വെച്ചേക്കണ വർക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു പെർഫെക്ഷൻ. പോളിഷ് ചെയ്തിട്ടില്ല. കളർ അടിച്ചിട്ടില്ല. അപ്പൊ കളർ അടിച്ചതിന് ശേഷം ഒരു ഏകദേശം നമ്മൾ ഈ കളർ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കളർ അല്ലേ? ഇതിന്റെ പെൻഡിലൊക്കെ ഒരു മാടും. പിന്നെ ഇതിപ്പോ പുതിയൊരു മോഡൽ അടിക്കുന്നത് ഇതില്ലേ? ഇതൊക്കെ ഭിത്തിയിൽ വയ്ക്കുന്ന ടൈപ്പ് തന്നെയാണ്. കുറച്ചുകൂടി വർക്കുകളുണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള. ചേട്ടാ, ഈ പെൻഡിലൊക്കെ നമുക്ക് എവിടെയാണ് മേടിക്കാൻ കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കണതാണ് അല്ലേ? നമുക്ക് അസംബ്ലി നമുക്ക് ആയിട്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനം അല്ല. ഇല്ല. നമ്മൾ തന്നെ അതേ ഇത് കൊടുത്ത് അടിച്ചെടുക്കണാണ് അല്ലേ? അതേ സ്റ്റൈലില്. 2 കളറുണ്ട്. വേറൊരു ഇതുണ്ട്, ഈ
കളറിനനുസരിച്ചേ ഓരോ മോഡലിനനുസരിച്ച് കളർ മാറ്റി ഇതിന്റെ ആ ഒരു സെയിം കളർ. ഓക്കെ. രഘുചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഈ ക്ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തലാണ് മെയിനായിട്ട്. അപ്പോൾ രഘുചേട്ടൻ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും? ചെയ്തു കൊടുക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ പുതിയൊരു വീട് പണിയണവരുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ആണിത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തുള്ള ഇതൊരു വെറൈറ്റിയാണ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അധികം പൈസ ഒന്നും മേടിക്കരുത്, കാരണം ഒരു നോർമല് നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മോഡലൊന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രഘുചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുക. രഘുചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയുകയാണെങ്കിൽ 98 47 600 202. അപ്പോൾ ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് പുള്ളിയായിട്ട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ ഏതാണോ പുള്ളിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പരമാവധി ജനങ്ങളിലേക്ക് എത്തണം ഈ വീഡിയോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കലാവാസനയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇനിയുള്ള പുതിയ തലമുറയും കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കാതെ നമ്മൾ ചെയ്യണ വർക്ക് അത് കൂടാതെ ഇതിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ചേട്ടന് ഇതിലും മെച്ചം എനിക്ക് തോന്നണ മറ്റുള്ള ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇങ്ങനൊരു ഇതൊരു താല്പര്യമാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർ ഇനിയും പുതിയ തലമുറയും കണ്ടുപിടിക്കണം. കാരണം ഇനിയും അവരെ പോലുള്ളവരും വളരണം. ഇങ്ങനെയുള്ള അതാണ്. അപ്പൊ പരമാവധി വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണതിന്റെ കൂട്ടത്തിൽ നമ്മളെ ഈ അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു.